ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അയ്യോ പഞ്ചർ. നീ പണി പറ്റിച്ചല്ലോ സുന്ദരി. രാത്രിയായത് കണ്ടില്ലേ? ഈ സമയത്ത് തന്നെ നീ എന്നെ പെരുവഴിയിലാക്കിയല്ലോ. ഞാൻ എങ്ങനെയാ പോവുക? ഇവിടെങ്ങും ഒറ്റ മനുഷ്യൻ പോലും ഇല്ല. ഒറ്റയ്ക്ക് നിൽക്കുമ്പോ തന്നെ പേടിയാവുന്നു. എന്താ ഇപ്പൊ ചെയ്യ? ഇതും തള്ളിക്കൊണ്ട് ഹോസ്റ്റൽ വരെ നടക്കാം. അല്ലാതെ എന്താ ചെയ്യാ? ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാതെ വണ്ടി ഓടിച്ചാലേ നീ എവിടെയെങ്കിലും വീണ് ചാവും. കല്ലുകൂടിയാ. അയ്യോ, അയാള് കേട്ടെന്നാ തോന്നുന്നത്. അയ്യോ, തിരിഞ്ഞു നോക്കുന്നു. അയ്യോ അയ്യോ, അയാൾ വണ്ടി തിരിക്കുന്നു. ഇപ്പൊ എന്റെ അടുത്ത് വരും. ഇവിടെയെങ്ങും ആരുമില്ലല്ലോ ഈശ്വരൻ. ഞാൻ കൂകി വിളിച്ച പോലും ആരും കേൾക്കില്ല. എന്റെ ഈശ്വരാ. ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്ര വേഗത്തിൽ പോയാ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കുന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരിക്കലും ഇത്ര വേഗത്തിലൊന്നും പോകാൻ പാടില്ല. ഞാൻ ഒഴിഞ്ഞതുകൊണ്ടാ വണ്ടി എന്നെ ഇടിക്കാതിരുന്നത്, അറിയോ? വണ്ടി ഇടിച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിങ്ങളുടെ വഴിക്ക് പോയില്ലേ? ഞാൻ വേണ്ട പിന്നെ അനുഭവിക്കാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. വേണമെന്ന് വെച്ച് പറഞ്ഞതൊന്നും അല്ല. ആ ദേഷ്യത്തിന് അറിയാതെ ഞാൻ പറഞ്ഞു പോയതാ. അതുകൊണ്ട് പ്രശ്നമാക്കൊന്നും വേണ്ട. ശരി. എന്റെ നേരെ ഒച്ച വെച്ച ആരെയും ഞാനിതുവരെ വെറുതെ വിട്ടിട്ടില്ല. ശിക്ഷ കൊടുത്തേ വിട്ടിട്ടുള്ളൂ. അതാണായാലും പെണ്ണായാലും. ഞാൻ ഒച്ച വെച്ചതാണോ ഇപ്പൊ കുഴപ്പം? ഇയാൾ എന്നെ വണ്ടി ഇടിക്കാൻ നോക്കിയതിൽ ഒരു തെറ്റുമില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ആരുടെ മേത്ത് വേണമെങ്കിലും ഞാൻ വണ്ടി ഇടിക്കും. എന്നെ ചോദ്യം ചെയ്യാനോ എന്റെ നേർക്ക് ഒച്ച വെക്കാനോ ആർക്കും അവകാശം ഇല്ല. നിങ്ങൾ വണ്ടി ഇടിച്ചാ ചോദ്യം ചെയ്യാൻ അവകാശം ഇല്ലേ? നിങ്ങളാരാ? വലിയ കളക്ടറോ? ഞാൻ ആരാണെന്ന് അറിയണോ നിനക്ക്? എന്റെ മുഖം കാണണോ നിനക്ക്? എന്റെ മുഖം കണ്ട നീ ഞെട്ടിപ്പോവും. എനിക്ക് ആരുടെ മുഖമൊന്നും കാണണ്ട. നിക്ക്, നീ എവിടെ പോവാ? നീ എവിടെയും പോവില്ല. എന്റെ നേർക്ക് ഒച്ച വെച്ച നിന്നെ ഞാൻ പോകാൻ അനുവദിച്ചിട്ട് വേണ്ടേ? ദേ നോക്ക്, മറ്റുള്ള പെൺകുട്ടികളെ വരട്ടുന്ന പോലെ എന്നെ വരട്ടണ്ട. അങ്ങനെ വരട്ടിയാ വിരളുന്നവളല്ല ഈ പാറു. ഓ, അയ്യോ, കൈലാസ് സാറായിരുന്നോ? ശബ്ദം മാറ്റി സംസാരിച്ചോണ്ട് എനിക്ക് മനസ്സിലായതേ ഇല്ല. പേടിച്ചോയോ? ചോദിക്കാനുണ്ടോ? പേടിച്ചെന്റെ ജീവൻ പോയില്ലെന്നേ ഉള്ളൂ. ആരും ഇല്ലാത്ത സ്ഥലത്ത് ഒരു ബൈക്കുകാരൻ വന്ന് വരട്ടിയാ ഏത് പെൺകുട്ടിയും പേടിച്ചു പോയില്ലേ? എന്നിട്ടും ഡയലോഗിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ഒരു പേടിയില്ലാന്ന് കാണിക്കാനുള്ള എന്റെ ഒരു അടവായിരുന്നില്ലേ അത്? അല്ല, കൈലാസ് സാർ കാറിൽ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്താ ഇന്ന് ബൈക്കില്? കുറെ കണക്കുകൾ നോക്കാനുണ്ടായിരുന്നു. കണക്ക് നോക്കി തല പെരുത്തപ്പോ ബൈക്ക് എടുത്ത് ഇറങ്ങിയതാ. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയാ, ബൈക്ക് എടുത്ത് എങ്ങോട്ട് നില്ലാതെ അങ്ങ് പോവും. അങ്ങനെ ഒരു സൂക്കേടുണ്ട് എനിക്ക്. എന്ത് വേഗത്തിലാ കൈലാസ് സാർ വണ്ടി ഓടിച്ചത്? ഇത്ര വേഗത്തില് വണ്ടി ഓടിക്കാൻ പാടില്ല. വല്ല പട്ടിയോ പൂച്ചയോ കുറുകെ ചാടിയാല് തീർന്നില്ലേ? ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിക്കേയില്ല. കാരണം ശ്രദ്ധ പാളിയാല് അപകടം സംഭവിക്കുക. വാഹനം ഓടിക്കുമ്പോ
ഒരിക്കലും എന്റെ ശ്രദ്ധ തെറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഈ സ്പീഡ് എനിക്കൊരു ഹരവാ. ഹരം. ഈ ഹരം അത്ര നല്ലതല്ല. ആ അതൊക്കെ വിട്. അല്ല, പാർവതി എങ്ങനെ ഈ സമയത്ത് ഇവിടെ എത്തി? പ്രിയൻ ചേട്ടന്റെ വീട്ടില് ഒരു പൂജ ഉണ്ടായിരുന്നു. ഓ, പ്രിയൻ ചേട്ടൻ എന്നെയും മോഹൻ ചേട്ടനെയും ജയന്തി ചേച്ചിയും സൗന്ദര്യം ഒക്കെ വിളിച്ചിരുന്നു. പൂജ കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്ന വഴിയാ ടയറ് പഞ്ചറായി. ഏയ് സാരമില്ല, ടെൻഷൻ അടിക്കണ്ട. ഞാൻ പാർവതി ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ എന്റെ സൈക്കിളോ? ആ, സൈക്കിള് ആ സൈഡിൽ വെച്ചേക്ക്. ആരും എടുക്കില്ല, കാലത്തൊന്നും എടുക്കാം. എന്റെ സുന്ദരി ഇവിടെ വിട്ടിട്ട് ഞാൻ സാറിന്റെ കൂടെ വരാനോ? സുന്ദരി ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ വരില്ല. അടുത്തുള്ള ഏതെങ്കിലും കടയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാം. കടക്കാരും തയ്യാറാവില്ല. ഏതെങ്കിലും കടക്കാരനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പാർവതി വാ.